ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് തീരെ ഇംഗ്ലീഷ് അറിയാത്ത, അതായത് ഒട്ടും ഇംഗ്ലീഷ് അറിയത്തില്ല, കുറച്ച് വാക്കുകൾ മാത്രമേ അറിയുള്ളൂ, ഈസും മാമും മാറും പോലത്തെ വാക്കുകളൊക്കെ അറിയാം, പക്ഷെ ഇതൊക്കെ എവിടെ യൂസ് ചെയ്ത് കറക്റ്റായിട്ട് എങ്ങനെ സെന്റൻസസ് ഉണ്ടാക്കണം എന്ന് അറിയാത്ത സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അതായത് ഈസ്, ആം, ആർ ഈ വാക്കുകളുടെ അർത്ഥം എന്താണ്, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടത്, ഇത് വെച്ച് എങ്ങനെ സെന്റൻസസ് ഉണ്ടാക്കാം എന്നെല്ലാം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതുകൊണ്ട് വീഡിയോ മുഴുവനും കാണുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അത് കോമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഇതേപോലെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണം, ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ ഫോളോ ചെയ്യുക. ഈ വീഡിയോസ് എന്തായാലും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ ഇസ്, ആം, ആർ ഇതൊക്കെ എവിടെ യൂസ് ചെയ്യുന്നു, എന്തിനു യൂസ് ചെയ്യുന്നു എന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഈസ്, ആം, ആർ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ മെയിൻ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നത് മലയാളത്തിൽ നമ്മൾ പറയത്തില്ലേ, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അവൻ എൻ്റെ സുഹൃത്താണ്, അവരെൻ്റെ കൂട്ടുകാരാണ്, ആണ് നമ്മൾ പറയില്ലേ, അത് പറയാൻ വേണ്ടിയിട്ടും അതേപോലെ ചെയ്യുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടും. ചെയ്യുകയാണ്, അതായത് ഞാൻ വായിക്കുകയാണ്, അവൾ പഠിക്കുകയാണ്, ഒരു കാര്യം ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടും അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മൾ ഇസും മാമും ആറ് യൂസ് ചെയ്യുന്നത്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, പേടിക്കേണ്ട, നമ്മൾ എക്സാമ്പിൾസും കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ എല്ലാ അർത്ഥം ഒന്നാണെങ്കിൽ എന്താണ് ഇസും മാമും ആറും തമ്മിലുള്ള വ്യത്യാസം? അതായത് എല്ലാത്തിൻ്റെ അർത്ഥം ഒരുപോലെ ആണെങ്കിൽ ഒരൊറ്റ വാക്ക് പോരായിരുന്നോ, പിന്നെ എന്തിനാ ഈ 3 വാക്കുകൾ അല്ലേ? അപ്പം ഇസ്, ആമും ആറും അർത്ഥം ഒന്നാണെങ്കിലും യൂസ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസ സാഹചര്യത്തിൽ? ഇസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരാളെ പറ്റി സംസാരിക്കുകയാണെങ്കിലാണ്. ഓക്കെ, അതായത് അവൻ, അവൾ, ഹി, ഷീ, അല്ലെങ്കിൽ ഒരാളുടെ പേര്, ഉദാഹരണത്തിന് രേവതി ഒരു പേര്, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ, മൈ ഫ്രണ്ട്, അങ്ങനെ ഒരാളെ പറ്റിയിട്ടാണ് നമ്മളുടെ സംസാരം, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ പറ്റിയിട്ടാണ് നമ്മുടെ സംസാരമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഈസ് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഈ ആപ്പിളിന് നല്ല മധുരമാണ്, അപ്പം ദ ആപ്പിൾ ഈസ് സ്വീറ്റ് എന്നേ നമ്മൾ പറയത്തുള്ളൂ. ദ ആപ്പിൾ ആർ സ്വീറ്റ് എന്നോ ദ ആപ്പിൾ ആം സ്വീറ്റ് എന്നോ നമ്മൾ പറയത്തില്ല. സോ ഒരു വസ്തുവിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരാളൊരു പ്രവൃത്തി ചെയ്യുകയാണ് എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഈസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആർ എവിടെ യൂസ് ചെയ്യുന്നത്? ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം പറയുമ്പോഴാണ് നമ്മൾ ആർ യൂസ് ചെയ്യുന്നത്. അതായത് അവര്, ദേ, ഞങ്ങൾ, വി, എൻ്റെ കൂട്ടുകാർ, മൈ ഫ്രണ്ട്സ്, സ്റ്റുഡൻസ്, അങ്ങനെ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം പറയുമ്പോഴും ഒന്നിൽ കൂടുതൽ സാധനങ്ങളുടെ കാര്യം പറയുമ്പോഴും ഒക്കെ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ആണ് എന്ന് പറയുമ്പോഴും ചെയ്യുകയാണെന്ന് പറയുമ്പോഴും ആ സിറ്റുവേഷൻസിൽ മാത്രമാണ് നമ്മൾ എന്താ യൂസ് ചെയ്യുക? ആറാണ് യൂസ് ചെയ്യുക. ഈ ആപ്പിളുകൾ നല്ല മധുരമുള്ളവയാണ്, എങ്ങനെ നമ്മൾ പറയും? മധുരമുള്ളവയാണെന്ന് എങ്ങനെ പറയാം? ദീസ് ആപ്പിൾസ് ആർ സ്വീറ്റ് എന്നാ പറയാം. ഓക്കെ, അവിടെ നമ്മൾ ദീസ് ആപ്പിൾസ് ഈസ് സ്വീറ്റ് എന്ന് പറയില്ല. സോ ഒന്നിൽ കൂടുതൽ വസ്തുക്കൾ, ഒന്നിൽ കൂടുതൽ വ്യക്തികളുടെ കാര്യം പറയുമ്പോൾ, ആണ്, ചെയ്യുകയാണെന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്താ യൂസ് ചെയ്യുക? ആറാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ആം എവിടെ യൂസ് ചെയ്യുന്നത്? സോ ആം നമ്മൾ യൂസ് ചെയ്യുന്നത് ഐയുടെ കൂടെ മാത്രമാണ്. അതായത് ഞാനാണ്, ഞാൻ ഒരു ടീച്ചറാണ്, ഞാൻ സ്റ്റുഡൻ്റ് ആണ്, ഞാൻ വീട്ടിലാണ്, ഞാൻ പഠിക്കുകയാണ്, ഞാൻ വായിക്കുകയാണ്, അങ്ങനെ ഐ എന്ന് പറയുന്ന വാക്കിൻ്റെ കൂടെ മാത്രമേ നമ്മൾ ആം യൂസ് ചെയ്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ടീച്ചറാണ്, ഐ ആം എ ടീച്ചർ, അല്ലെങ്കിൽ ഞാൻ വായിക്കുകയാണ്, ഐ ആം റീഡിങ്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ആം യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊരു ബേസിക് ധാരണ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അവൻ എൻ്റെ സുഹൃത്താണ്. അപ്പം ഇവിടെ നമ്മൾ ഇസോ, ആമോ, ആറോ യൂസ് ചെയ്യണം എന്ന് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? ഇവിടെ ആണ് എന്നുള്ള വാക്ക് വന്നിട്ടുണ്ട്, കണ്ടോ? ആണ്, സുഹൃത്താണ്, അവൻ എൻ്റെ സുഹൃത്താണ്. അപ്പം നമ്മൾ മലയാളത്തിൽ എഴുതുമ്പോൾ അവൻ എൻ്റെ സുഹൃത്ത് ആണ് എന്നാ പറയുന്നത്. പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. ഈ ആണ് എന്ന് പറയുന്നത് അവൻ കഴിഞ്ഞ ഉടനെ വരും. അവനാണ് എന്ന് പറഞ്ഞു വേണം നമ്മൾ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ. അവൻ എന്ന് പറയുമ്പോൾ എന്താ? ഹി. ഹീയുടെ കൂടെ നമ്മൾ ഇസ് ആണോ, ആം ആണോ, ആറാണോ യൂസ് ചെയ്യേണ്ടത്? ഒരാളെ പറ്റി പറയുമ്പോൾ ഇസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഹി എന്ന് പറയുന്ന ഒരാളാണോ, ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടോ? ഒരാളേ ഉള്ളൂ. സോ അവനാണ്, ഹി ഈസ്. കണ്ടോ, മലയാളത്തിൽ വരുമ്പോൾ അവസാനമാണ് ആണ് വരുന്നത്, പക്ഷെ ഇംഗ്ലീഷിൽ അത് ഉടനെ രണ്ടാമത് തന്നെ വരും. ഹി ഈസ് എൻ്റെ സുഹൃത്ത്. എൻ്റെ സുഹൃത്ത് എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? മൈ ഫ്രണ്ട് അല്ലേ? ഹി ഈസ് മൈ ഫ്രണ്ട്. അവൻ എൻ്റെ സുഹൃത്താണ്. സിമ്പിൾ അല്ലേ? ഇനി അടുത്ത്, ഞാനൊരു ടീച്ചറാണ്. എങ്ങനെയായിരിക്കും സെന്റൻസ് വരിക? ഞാനൊരു ടീച്ചറാണെന്നുള്ളത് ഇംഗ്ലീഷിൽ വരുമ്പോൾ ഞാനാണ് എന്ന് വരും. ഞാനാണ്. അപ്പോൾ ഞാനാണെന്ന് എങ്ങനെ പറയും? ഐ. ആണെന്നുള്ളതിന് പകരം ഇസ് യൂസ് ചെയ്യോ, ആം യൂസ് ചെയ്യോ, അത് ആർ യൂസ് ചെയ്യോ? നമ്മൾ പഠിച്ചു ഐ എന്ന വാക്കിന്റെ കൂടെ ആണ് എന്നുള്ളതിന് പകരം എന്ത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ?
ആം മാത്രമേ യൂസ് ചെയ്യുള്ളൂ. സോ ഐ ആം എ ടീച്ചർ. ഞാനൊരു ടീച്ചറാണ്. ഇനി അവർ വിദ്യാർത്ഥികളാണ്. അവർ വിദ്യാർത്ഥികളാണ്. അപ്പോ അവരെന്ന് പറയുമ്പം എന്താ ഇംഗ്ലീഷിൽ എന്താ പറയാ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ദേ അല്ലേ, ദേ. ഇനി അവരാണ്, അങ്ങനെ വേണം തുടങ്ങാൻ സെന്റൻസ്. അല്ലാതെ മലയാളത്തിൽ എഴുതിയിരിക്കുന്ന അതുപോലെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യല്ല. അവരാണ് എന്ന് പറഞ്ഞ് വേണം തുടങ്ങാൻ. അവരാണെന്ന് എങ്ങനെ പറയും? അവർ, ദേ. അതിന്റെ കൂടെ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഇസ് യൂസ് ചെയ്യോ, ആം യൂസ് ചെയ്യോ, ആർ യൂസ് ചെയ്യോ? ഒന്നിൽ കൂടുതൽ വ്യക്തികളോ ഒന്നിൽ കൂടുതൽ വസ്തുക്കളുടെ കാര്യമാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മൾ അവിടെ ആരാണ് യൂസ് ചെയ്യേണ്ടത്. സോ ദേ ആർ സ്റ്റുഡൻസ്. വിദ്യാർത്ഥികൾ, സ്റ്റുഡൻസ്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പം ആണ് എന്ന് വരുന്നിടത്ത് ഒരാളെ പറ്റിയിട്ടാണെങ്കിൽ ഇസ് യൂസ് ചെയ്യുക, അവനാണ് ഹി ഈസ്, അവളാണ് ഷീ ഈസ്. ഐയുടെ കൂടെ ആണെങ്കിൽ ആം യൂസ് ചെയ്യുക, ഞാനാണ് ഐ ആം. ഇനി ഒന്നിൽ കൂടുതൽ ആളുകളാണെങ്കിൽ അവരുടെ കൂടെ ആർ യൂസ് ചെയ്യുക, ഞങ്ങളാണ് വി ആർ, അവരാണ് ദേ ആർ. ഓക്കെ, ഇനി അടുത്ത സെന്റൻസ്, അവൻ ഉറങ്ങുകയാണ്. അവൻ ഉറങ്ങുകയാണ്. നമ്മൾ ആണ് എന്നുള്ളിടത്ത് മാത്രമല്ല ഇസ് ആം ആർ യൂസ് ചെയ്യുന്നത്, വേറെ എവിടെയാ? ഒരു കാര്യം ഒരാൾ ചെയ്യുകയാണ്, അതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട്, ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഇസ് ആം ആർ യൂസ് ചെയ്യുന്നത്. അതായത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ്, അതിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. നിങ്ങൾ പഠിക്കുകയാണ്, അതും ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ വീഡിയോ കാണുകയാണ്, അതും ഇപ്പോഴല്ലേ സംഭവിക്കുന്നത്. അങ്ങനെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റി പറയാൻ നമ്മൾ ഇസും ആമും ആറും യൂസ് ചെയ്യും. അപ്പൊ അവൻ ഉറങ്ങുകയാണ് എന്നുള്ളതിന്റെ അർത്ഥം എന്താ? ഇപ്പോ ഈ നിമിഷത്തിൽ അവൻ ഉറങ്ങുകയാണ്. സോ അവൻ, ഹി, ഉറങ്ങുകയാണ്. അതെങ്ങനെയാ പറയാ? ഉറങ്ങുകയാണ്. ഈ ആണ് ഇവിടെ വരും. ഹീയുടെ കൂടെ നമ്മൾ ഇസ് ആണോ ആം ആണോ ആറാണോ യൂസ് ചെയ്യുന്നത്? ഒരാൾ മാത്രമേ ഉള്ളൂ. എന്താ യൂസ് ചെയ്യുക നമ്മളവിടെ? ഇസ് ആണ് യൂസ് ചെയ്യുക. ഹി ഈസ്. ഇനി ഉറങ്ങുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ ഇംഗ്ലീഷ്? സ്ലീപ്പ് എന്നാണ്. പക്ഷേ നമ്മൾ ഇസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അടുത്ത വാക്കിന്റെ കൂടെ നമ്മൾ, അടുത്ത വാക്ക് എന്ന് പറയുമ്പോൾ അടുത്ത പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്ക്. ഈ ഉറങ്ങുക, വായിക്കുക, പോവുക, ചാടുക, നിൽക്കുക, ചിന്തിക്കുക, കറങ്ങുക, കുളിക്കുക, പറയുക, ഇതുപോലത്തെ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കുകളില്ലേ, അതിന്റെ കൂടെ നമ്മൾ ING ചേർക്കണം. സ്ലീപ്പിന്റെ കൂടെ ING ചേർക്കുമ്പോൾ എന്താവും? സ്ലീപ്പിംഗ് എന്നാകും. സോ അവൻ ഉറങ്ങുകയാണെന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? ഹി ഈസ് സ്ലീപ്പിംഗ്. ഇനി ഞാൻ പത്രം വായിക്കുകയാണ്. ഇവിടെ ആരുടെ കാര്യമാണ് പറയുന്നത്? എൻ്റെ കാര്യമാണ്, ഞാൻ, ഐയുടെ കൂടെ ഐ ആണ് അല്ലേ, ആണ് എന്നുള്ളത് എന്താ വരാ? ഐയുടെ കൂടെ ആം വരുമോ, ഇസ് വരുമോ, ആർ വരുമോ? ആം വരും. സോ ഐയുടെ കൂടെ ആം മാത്രമേ വരുള്ളൂ. ഐ ആം എന്ത് ചെയ്യുകയാണ്? പത്രം വായിക്കുകയാണ്. അപ്പൊ നമുക്ക് തോന്നുന്നത് പത്രം വായിക്കുകയാണ്, ന്യൂസ് പേപ്പർ റീഡ് അല്ലെ? അങ്ങനെയല്ല. ഞാൻ ആണ് എന്ന് കഴിഞ്ഞാൽ വായിക്കുക എന്നുള്ളതാണ് വരേണ്ടത്. വായിക്കുക, വായിക്കുക എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? റീഡ് എന്ന് പറയും. പക്ഷെ ഐ ആം റീഡ് എന്ന് നമ്മൾ പറയുമോ? ആം, ഇസ്, ആർ ഈ വാക്കുകളുടെ കൂടെ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു വാക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ കൂടെ എന്താ ചേർക്കണ്ടേ? ING. സോ ഐ ആം റീഡിങ് ന്യൂസ് പേപ്പർ. നിങ്ങൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, പത്രം വായിക്കുകയാണ് എന്നുള്ളത് വായിക്കുകയാണ് പത്രം എന്നായി അല്ലേ? ഞാൻ വായിക്കുകയാണ് പത്രം, അങ്ങനെ ആയിരിക്കും വരിക. മലയാളത്തിൽ വരുന്നത് പോലെ ആയിരിക്കില്ല, തിരിയും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇനി അവൻ വീട്ടിലേക്ക് പോവുകയാണ്. ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അവൻ വീട്ടിലേക്ക് പോവുകയാണ്. അവൻ എന്ന് പറയുമ്പോൾ, സോറി അവനല്ല കേട്ടോ, അവരെ. അവർ വീട്ടിലേക്ക് പോവുകയാണ്. അവർ വീട്ടിലേക്ക് പോവുകയാണ്. അവരെന്ന് പറയുമ്പോൾ എന്താ? ദേ, ദേ. ഇനി അവർ പോവുകയാണ്. ഇവിടെ ആണ് വരണം. ദേയുടെ കൂടെ ഇസ് വരുമോ, ആം വരുമോ, ആറ് വരുമോ? ഏതാ വരിക? ആറാണ് വരിക. സോ ദേ ആർ എന്ത് ചെയ്യാണ്? അവര് പോവുകയാണ്. പോവുക എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയാ? നമ്മള് എന്താ പറയാ? ഗോ എന്ന് പറയാം അല്ലെ? സോ ദേ ആർ ഗോ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താ? ഇസിന്റെയോ ആമിന്റെയോ ആറിന്റെയോ കൂടെ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്ക് വന്നാൽ ഇവിടെ എന്ത് ചേർത്ത് കൊടുക്കണം? അതിന് ING ചേർത്ത് കൊടുക്കണം. എന്താണോ ചെയ്യുന്നത് അതിൻ്റെ കൂടെ ING ചേർക്കണം. സോ ദേ ആർ ഗോയിങ് ഹോം. അവർ വീട്ടിലേക്ക് പോവുകയാണ്. സിമ്പിൾ അല്ലേ? നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കിയാലോ? ഇസും ആമും ആറും ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മലയാളത്തിലെ സെന്റൻസിലെ ആണ്, ചെയ്യുകയാണ് എന്നൊക്കെ പറയുമ്പോഴാണ്. ഉദാഹരണത്തിന് ഞാൻ ടീച്ചറാണ്, അവൻ്റെ സുഹൃത്താണ്, ഞാൻ വീട്ടിലാണ്, അവർ ഫുട്ബോൾ കളിക്കാരാണ്, അങ്ങനെ ആണ് എന്ന് പറയുമ്പോഴും അതേപോലെ ഞാൻ വായിക്കുകയാണ്, ഞാൻ പഠിക്കുകയാണ്, അവർ ഓടുകയാണ്, അവൾ പാട്ട് പാടുകയാണ്, അങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണെന്ന് പറയുമ്പോഴാണ്. ഇസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരാളെ പറ്റിയിട്ടോ ഒരു വസ്തുവിനെ പറ്റിയിട്ടോ സംസാരിക്കുമ്പോഴാണ്. ആം നമ്മൾ യൂസ് ചെയ്യുന്നത് ഐയുടെ കൂടെ മാത്രം, അതായത് എൻ്റെ കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ മാത്രമാണ്.
ആറ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ വ്യക്തികളെ പറ്റിയിട്ടോ വസ്തുക്കളെ പറ്റിയിട്ടോ സംസാരിക്കുമ്പോഴാണ്. പിന്നെ അതേപോലെ ഒരു കാര്യം ചെയ്യുകയാണെന്ന് പറയുമ്പോൾ ഇസോ ആമോ ആറോ കഴിഞ്ഞിട്ട് എന്താണോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അതിൻ്റെ കൂടെ നമ്മൾ ING ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ സെൻറ്റൻസ് തെറ്റിപ്പോവും. വളരെ സിമ്പിൾ അല്ലേ, ഓർത്ത് വെക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഞാനൊരു ഹോംവർക്ക് തരാം. ഇസ് വെച്ചിട്ടും ആം വെച്ചിട്ടും ആറ് വെച്ചിട്ടും 2 സെൻറ്റൻസസ് വീതം ഒന്ന് കോമൻറ്റ് ചെയ്യുക. തെറ്റിയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഒരു പ്രാക്ടീസ് ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യാതെ നേരെ സംസാരിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്കത് കിട്ടത്തില്ല. സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മൈൻഡിൽ രജിസ്റ്റേർഡ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ആദ്യം എഴുതി പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും അത് കോമൻറ്റ് ചെയ്യുക. ഇനി ഇതേപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോസ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാനും നിങ്ങളുടെ ഇംഗ്ലീഷിലെ നോളജ് കൂട്ടാനും ഒക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയിലും ആരെങ്കിലും ഇംഗ്ലീഷ് പഠിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മാത്രം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഞാൻ പഠിപ്പിച്ചതിലുണ്ടെങ്കിൽ കോമൻറ്റ് ചെയ്യുക. കോമൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മിത്ര ഒഫീഷ്യലിൻ്റെ പേജിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി, ഇൻസ്റ്റഗ്രാം പേജിലേക്ക്. ഉറപ്പായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. English Mitra. Stop worrying, start learning.